ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ അന്ന് ഞങ്ങൾ ഉള്ളാളം പള്ളിയിൽ പോയ ഒരിതാണ് കേട്ടോ. ഇതാണ് ഉള്ളാളം പള്ളി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3-4 വട്ടം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ചോദിക്കും അവിടെ എന്തിനാണ് പോകണമെന്ന്. നമ്മളൊരു വിശ്വാസമാണ് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉമ്മാക്കെല്ലാം ഇങ്ങനെ പള്ളിയിലെല്ലാം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഉമ്മാൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മൾ തീർത്ത് കൊടുക്കുന്നത്. അത് അവിടെ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ ഖത്തറിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് മമ്പറം പള്ളിയിൽ പോയി. ഇപ്പോൾ ഇത് ഉള്ളാളം പോയി. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്നൊരു ടൈമാണ്. ഞങ്ങൾ 5 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. നിസ്കാരം കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല മഴയാണ്, പിടുത്തം മട്ടം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സൈഡായിന്. അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാവരും സൈഡാകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ആദ്യം തീർത്ത് കൊടുക്കുന്നത് നമ്മളെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാം ആഗ്രഹങ്ങളാണ്. അപ്പോൾ അവരെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളും എന്തും നോക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാം തള്ളിപ്പറയുന്നവർ ഒന്ന് ഓർക്കുക, അവരാണ് നമ്മളെ സ്വർഗം. അപ്പോൾ ഓലെ നോക്കിയിട്ട് മതി നമ്മൾ വേറെ നമ്മളെ എന്തും നോക്കാൻ. അപ്പോൾ ഉമ്മാനും ഉപ്പാനൊന്നും ആരും തള്ളി പറയാതിരിക്കുക, അവരെ പൊന്നുപോലെ നോക്കുക. നമുക്ക് കഴിയുന്ന അനുസരിച്ചിട്ട് അവരെ നോക്കുക, അവരെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. ആരും ഉമ്മാനും ഉപ്പാനും ഒന്നും തള്ളി പറഞ്ഞ് പിന്നെ ബാധ്യതയാണ് അതാണ്. നമുക്ക് എങ്ങനെയാണ് ഉമ്മാനും ഉപ്പാനും നമുക്ക് ബാധ്യത ആവുന്നത്? ഒരിക്കലും നമുക്കൊരു ബാധ്യത അല്ല കേട്ടോ. എനിക്ക് ഉപ്പയില്ല, എനിക്ക് എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ ഉമ്മ മക്കളൊന്നും നമുക്കൊരു ബാധ്യത അല്ല. അത് ബാധ്യതയായി കൂട്ടുമ്പോൾ മാത്രമാണ് ബാധ്യതയായിട്ട് വരുന്നത് മാതാപിതാക്കളെ, അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ബാധ്യത അല്ല കേട്ടോ. അപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ടായതുകൊണ്ട് പിന്നെ ചൂടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല കടയായിരുന്നു, രാവിലെ അടിപൊളി നാസ്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓരോ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, അവെല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അവ മാത്രമേ ഛർദ്ദിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഛർദ്ദിക്കുന്ന ആൾക്കാർ, പക്ഷെ ആരും ഛർദ്ദിച്ചിട്ടില്ല. അവ മാത്രമേ ഛർദ്ദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവ ഛർദ്ദിച്ച അന്തമില്ലാതെ വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരും. നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു വീട്ടിൻ്റെ മുന്നിൽ ഷെഡ് ഇട്ടിട്ട് ഉണ്ടാക്കിയത്. അടിപൊളി പെണ്ണുങ്ങളാണ് ഉണ്ടാക്കുന്നത്. നല്ല ദോശ ഇഡ്ഡലിയോ സാമ്പാറാണെങ്കിലും സൂപ്പറായി പറയാൻ വയ്യ കേട്ടോ. നല്ല സൂപ്പറായിരുന്നു അവരെ ചായ എല്ലാം. ഇപ്പം എല്ലാവരും ഉറക്കത്തിലുള്ള ക്ഷീണത്തിലാണ്. ഇപ്പോൾ 8:30 മണിയായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും വരുന്നുള്ളൂ. ഞങ്ങൾ ബാത്റൂം പോയിട്ടെല്ലാം ഫ്രഷായി ഒന്ന് വന്നു. താത്ത അപ്പോൾ എല്ലാവരും ഒക്കെ തിന്നൽ തുടങ്ങി. ഞങ്ങൾ പിന്നെ പുറത്തെല്ലാം പോയി മുഖമെല്ലാം ഒന്ന് കഴുകി. ഇപ്പം എല്ലാം ദോശ തിന്നുന്നു, ഞാൻ ഇഡ്ഡലിയാണ് തിന്നുന്നു കേട്ടോ. താത്ത ദോശ തിന്നുന്നത്. പിന്നെ വണ്ടി കയറി കുട്ടികൾ വെറുതെ തുള്ളു തുടങ്ങി. അപ്പോൾ അതിങ്ങനെ എടുത്തതാണ്. ഇതല്ലല്ലേ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മൾ ഇപ്പോൾ പ്രവാസിയാണെങ്കിലും നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇങ്ങനെയുള്ള മക്കളെ കൂടി കുടുംബത്തോടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴും ഇതെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. പ്രവാസിയായി നമുക്കറിയാം, നമ്മൾ അവിടെ പോയ ഒറ്റപ്പെട്ട ജീവിതമാണ്. ആരുമില്ല നമുക്ക്. നമ്മൾ റൂമിൽ വരിക. ഇവിടെ ആകുമ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടെ പോയി കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഈ മക്കളെ കൂടി ഉമ്മാൻ്റെ കൂടി എല്ലാം സന്തോഷത്തോടെ ഓരോ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ കാര്യം നമ്മൾ ചെയ്തു തീർത്ത പോലെയാണ് കേട്ടോ. അത്രയും സന്തോഷമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളെ സന്തോഷം എല്ലാവരും യാത്ര ചെയ്തിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരോ ചോദിച്ച് ഷായി സുന്നിയാണോന്ന്.
നമ്മൾ ഈ പള്ളിയിൽ പോകുന്നത് അങ്ങനെയല്ല നോക്കിയിട്ടാണ്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉള്ളാളം പള്ളിയിൽ 3-4 വട്ടം പോയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു പള്ളിയാണ്, ഇഷ്ടപ്പെട്ട ഒരു പള്ളിയാണ്. അതുകൊണ്ട് ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ ഉമ്മ ആണെങ്കിലും ഉമ്മ 5-6 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊരു ഇത്, ഇപ്പോൾ പുഴയിലെല്ലാം നല്ല വെള്ളമുണ്ട്. എന്താ മഴ നല്ല മഴയല്ലായിരുന്നോ. അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് ഞങ്ങൾ പോയിട്ടില്ല, പിന്നെ ഇപ്പോഴും പോകില്ല. ഇപ്പോൾ ഇവിടെ പിടുത്തം വിട്ട മഴയാണ്. അപ്പോൾ ആരോ ഒരു കമൻറ്റ് ഇട്ടിന്, ആ കമൻറ്റ് പിന്നെ കാണുന്നില്ല. ഇനി വേണ്ടാത്ത മെസ്സേജ് വിട്ടാൽ പിന്നെ ഇത് വയനാട്ടിൽ ഭയങ്കര ഇതാണെന്ന്, അത് ന്യൂസിലെല്ലാം വന്നതാണ്. വയനാട്ടിൽ ഭയങ്കര കാറ്റും മഴയാണ് എന്ന്. പിന്നെ ഇവർ വേണ്ട കമൻറ്റ് ഇട്ടാൽ ഞാൻ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഈ കേസ് കുൽമാൽ എന്ന് പറഞ്ഞാൽ അതൊരു പുത്തിരിയല്ല. പെണ്ണായാലും ആണായാലും എല്ലാം കേസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം കയറാനുള്ളത് തന്നെയാണ് കോടതി. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ആരും എന്താക്കണ്ട, ഭീഷണിപ്പെടുത്തുക ഒന്നും ചെയ്യണ്ട. ഞാൻ ആ മഴ കാറ്റും കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേർഡ് കമൻറ്റ് ഇടുന്നവർക്ക് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ വെറുതെ നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് വേർഡ് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് അങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളാളം പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ അവർ നമ്മളോട് പറയണം അവിടെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്തോളൂന്ന്. അപ്പോൾ അവിടെ നേർച്ചയായിരുന്നു, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നേർച്ച. നമുക്ക് അറിയില്ലായിരുന്നു അത്. ഞങ്ങൾ പോയ അന്ന തലേന്നാണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ പന്തലും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉള്ളാളത്ത് പോയി നമ്മൾ പിന്നെ അവിടെ ഒരു ഉച്ചക്ക് കഞ്ഞിയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ കഞ്ഞിയെല്ലാം കുടിച്ചു. പിന്നെ ഉള്ളാളത്ത് പോയി യാസീനെല്ലാം ഓതി. നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിപ്പോൾ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസമാണ്. അതിപ്പോൾ ആര് എന്ത് പറഞ്ഞിട്ടും സുന്നിയാണോ പിന്നെ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് വേർഡ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും. ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയിരിക്കും ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാവും. എനിക്ക് പള്ളിയിൽ പോകുന്നത് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പള്ളിയിൽ പോയിട്ട് എന്താണ് മറ്റേ തെറ്റാണെന്ന് പറയുന്നവരോട് ഞാൻ പറയും, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, എൻ്റെ വിശ്വാസം എന്നെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ അത്രേ പറയാനുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഉള്ളാളം പള്ളിയിൽ ഞാൻ 4 വട്ടം 5-6 വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളോടൊരു കാശ് ക്ഷണിച്ചു വാങ്ങി അങ്ങനത്തെ ഒരു പരിപാടിയില്ലാത്തൊരു പള്ളിയാണ് ഉള്ളാളം പള്ളി. അതെല്ലാവർക്കും അറിയാം. 1 രൂപ പോലും ഒരാളും ചോദിച്ചു വാങ്ങില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട. നമുക്ക് നമ്മളായ കാര്യത്തിന് എന്തിനാണോ പോകുന്നത് അത് ചെയ്ത് നമുക്ക് മടങ്ങാം. അത്രയേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എല്ലാം രക്ഷപ്പെടുത്തട്ടെ, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇതാണ് ഉള്ളാളം പള്ളി. അപ്പോൾ അതിൻ്റെ ഉള്ളെല്ലാം എൻ്റെ മോനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കഞ്ഞി നല്ല മമ്പയറും മത്തനെല്ലാം ഇട്ടിട്ടൊരു ഒരു കറിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കഞ്ഞി എല്ലാവരും ശ്രദ്ധിച്ചാൽ വേസ്റ്റാക്കാൻ വിടില്ല. ഒരു വറ്റി പോലും ഒന്ന് വേസ്റ്റാക്കാൻ വിടില്ല. നല്ല ചൂടുള്ള അത് എനിക്ക് തോന്നുന്നു വലിയ ദൂരം നല്ല യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് ഇതൊരു വലിയ ഹെയറായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഫുഡ് കൊടുക്കൽ കുറച്ചുകൂടി അങ്ങോട്ട് എത്തിച്ചിട്ടവരെ കൊടുക്കാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഈ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്രയോ ദൂരത്തു നിന്നെല്ലാണ് ഈ പള്ളിയിലേക്ക് ആൾക്കാർ വന്ന് ഇതാണ്. അപ്പോൾ നിച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. നിച്ചു നന്നായിട്ട് കുടിച്ചിട്ടാ കഞ്ഞി. എനിക്ക് പൊതുവേ കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് അറിയില്ല, നന്നായിട്ട് കുടിച്ച്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പിന്നെ ഇത്രയല്ലേ ഉള്ളൂ, പള്ളിയിലെല്ലാം പോയി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എവിടെയും കയറിയിട്ടില്ല. പിടുത്തം പെട്ട മഴയാണ്, ഒരു ചായ കുടിക്കാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഡ്രൈവറും കുട്ടികളും ചോറുന്ന, ബാക്കി ആർക്കും ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഒരു പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമേ ചോറ് കഴിക്കാൻ കയറ്റി, ബാക്കി ആർക്കും ചോറ് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.